ഞാനീ പെണ്ണ് മീൻ മേടിക്കാൻ പോയിനാ. ഓൾ അങ്ങോട്ട് പോന്ന കണ്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ മീൻ്റെ ഇന്തയില്ലോ. മീന്റെ ചാറില്ലാണ്ട് എങ്ങനെ ചോറ് കഴിക്കണ്ടേ? അല്ലല്ല, അതാ മീനും വാങ്ങി വരുന്നേ. എന്നാ മീൻ കിട്ടീനോളെ. എന്റെ അച്ഛൻ പൂക്കള് കേട്ടേരേ പറയുന്നുണ്ട് പെണ്ണ് മീൻ മേടിക്കാൻ പോയിനോന്ന്. ഓ, അച്ഛനെ പോലെ തന്നെ മോനും മീൻകാരന്റെ കൂക്ക് കേട്ട ആടെന്നെ പറഞ്ഞയച്ചു. നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് അവിടെ വന്ന് കടന്നുറങ്ങുന്നുണ്ട്. ഇത് ചെമ്മീനാന്ന് വെച്ചാ 2-3 മുരിങ്ങാക്കായും മേടിച്ചിന്. ചെമ്മീനെ കിട്ടീനോളെ. മുരിങ്ങാക്കായും ഉണ്ടല്ലോ. എന്നാ അത് ഇട്ടിട്ട് വെച്ചോ ചെമ്മീൻ. എന്നാ പിന്നെ അമ്മേ ചെമ്മീനും മുരിങ്ങാക്കായും വെക്ക. ഈ ചെറിയുള്ളി കുറച്ച് തോല് കളഞ്ഞുതരും അമ്മേ. അമ്മ എന്നാ ഞാനിത് വേഗം നുള്ളിയിട്ട് വരെ. നിങ്ങത് കളഞ്ഞു വെക്കണ തോല്. 150 ഉറുപ്പ്യക്ക് വാങ്ങിയ ചെമ്മീനാണ്. ഒന്നുമില്ല. നല്ല പഴച്ചെമ്മീനാണ്. വലിയ ചെമ്മീനായതുകൊണ്ട് വേഗം തോല് പൊളിക്കാൻ കിട്ടും. ഓ, മീൻ മേടിച്ച് നേരത്തെ പോവാ. ചെമ്മീനായിട്ട് നീ ആ ചെമ്മീനായിട്ട് ഇതാ അടുത്തരം ചെമ്മീനാണ്. നിങ്ങൾ ഇത്ര വേഗം ഉറങ്ങിച്ചോ? നെയ്റ്റല്ലേ ഉണ്ടായി നിങ്ങൾക്ക്? കുറച്ച് സമയം കൂടി കടന്നൂടെ? എനക്ക് ഉറക്കു നോക്കിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. 3-4 ദിവസമായാലും അറേക്കാലത്ത് തെയ്യായിട്ട് ഉറക്കുമായിരുന്നു. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാപ്പ. അനക്കങ്ങനെ അറേക്കാൽ കാഴ്ച വരെ കാണാൻ പറ്റില്ല നൈറ്റ് ഡ്യൂട്ടി കൊണ്ട്. നിങ്ങൾ 2-3 ദിവസമായില്ലേ അവിടെ പോയി ഉറപ്പുന്നു. നിങ്ങൾ തെയ്യം കഴിയുന്ന പകലത്തെ വീഡിയോ അങ്ങ് എടുത്തിട്ടേ അത് നമ്മളെ വീഡിയോയിലും കാണുന്നവർക്കൊന്ന് കാണിച്ചു കൊടുക്കറാ. ആ, കുറച്ച് വീഡിയോ എടുത്തിന്. എന്നാ പിന്നെ എല്ലാരും ഒന്ന് കണ്ടോട്ടാ. നമ്മളെ അറേക്കല്ലേ തെയ്യം കഴിയുന്ന ദിവസത്തെ കുറച്ച് വീഡിയോ കേട്ടാ. സംഭാവന ചെയ്ത വ്യക്തികളും സ്ഥാപനങ്ങളെയും ഒരിക്കൽ കൂടി ഏറെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തുകയാണ്.
കുറേശ്ശെ കണ്ടില്ലേ. ഇനി ഒരു ചെമ്മീൻ കറി തയ്യാറാക്കാനാണ്. അപ്പൊ അതിൽ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിട്ട് തേങ്ങ വറുത്തെടുക്കണേ. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ തേങ്ങ വറുത്തെടുക്കേണ്ട അപ്പൊ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേ. അപ്പൊ ഇതൊന്ന് തണിഞ്ഞിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമ്മുടെ അരപ്പിട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനല്ല കറിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കടുക് അങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പൊ കടുക് പൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയെ ഇതിനൊക്കെ താരാ അല്ലേ. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത്ര നല്ല സാധനം വെച്ചിട്ടാണ് കയ്യിലിന്റെ ഇതിനെ കൊണ്ട് അളക്കുന്നത് കേട്ടാ. ആദ്യം കയ്യിലാണ് കിട്ടിയ കിട്ടിയ സാധനം കൊണ്ട് അളക്കലാണ്. 2 പച്ചമുളക്, നല്ല എരിവില്ല പച്ചമുളകാണ്. അതുകൊണ്ട് 2 ഇല്ല, 1 ഇല്ലേ, 1 കയറിയത്. അടുത്ത് നമ്മളെ തക്കാളി, ഒരു ചെറിയ തക്കാളി. അപ്പൊ നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളി കൊള്ളാൻ, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് വേവട്ടെ. അപ്പൊ നമ്മുടെ മുരിങ്ങക്കായ ഏകദേശം വേവാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിന്റെ അരപ്പിന്റെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കുക. കണ്ടാലറിയില്ലേ. അപ്പൊ നമ്മുടെ ചെമ്മീനും കൂടെ നമ്മുടെ അരപ്പിൽ കിടന്നിട്ട് വേവിട്ട് നിറച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തായി നോക്കട്ടെ. അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇതാ നമ്മളെ കുറച്ച് കുരുമുളക് കൂടി കൊണ്ടുവന്ന് വിതറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ് ചേർത്ത നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ചോറ് കഴിക്കലായേ. അപ്പോൾ ഞാനും നഷ്ടമാണ് ഇല്ല ചോറ് കഴിക്കാൻ. കോരിക്കോ, നല്ല കുറിയ ചെമ്മീൻ മുരിങ്ങക്കായ് കറി. അത് നഷ്ടം കൊടുക്ക്, ഒരു മുരിങ്ങക്കോലും കൊടുക്ക്, ചെമ്മീനും കൊടുക്ക്, ചാറ്. കഴിച്ചോ വെച്ചോ, കഴിച്ചോ. മറ്റെന്താ, മതി മതി മതി. ലേശം ചാറാക്കി നല്ല കൊത്തണ്ടാണ്. കയ്പൊക്കെ വറവുണ്ടേ. കുഞ്ഞവക്ക് കയ്പക്കറവാണ് ഇഷ്ടപ്പെട്ട ലേശം മതി. അപ്പൊ കറിയാവാൻ കുറച്ച് വൈകിനെ. അച്ഛനും അമ്മക്കും കൊണ്ടു കൊടുക്കണം. അത്ര വൈകുന്നേരം അതിന് കൊണ്ട് കൊടുക്കാം അല്ലേ. അവർ ചോറ് കഴിച്ചു. അപ്പൊ വൈകുന്നേരം കൊടുക്കാം. നോക്കട്ടെ, നമ്മുടെ മുരിങ്ങക്കായ് കറി, ചെമ്മീൻ മുരിങ്ങക്കായ് കറി, ചോറും നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കായും.
സംഭവം സൂപ്പർ കേട്ടോ. ആ മുരിങ്ങക്കായ ചോയും ചെമ്മീൻ്റെ ചോയും എല്ലാം ആകുമ്പോൾ തേങ്ങ അരച്ച കറി ആകുമ്പോൾ സംഭവം സൂപ്പർ. അഷു എന്തുണ്ട് കറി? എനിക്കിഷ്ടപ്പെട്ടനി. ചെമ്മീൻ്റെ ചെറിയ ഇളം മധുരവും ഉണ്ട് അല്ലേ? നല്ല നാടൻ കയ്പ്പൊക്കെ ആയിരുന്നാ. നല്ല ചൂട്. അപ്പം ഞാൻ എന്നാ ഷു ആസ്വദിച്ച് കഴിക്കട്ടെ. എന്നാ ഷു ഞാൻ കഴിക്കും. പാത്തോട്ടെ.